ഇന്നൊരു തമാശയുണ്ടായി. ഒരു എം പിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വന്ദേ ഭാരതിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ പറഞ്ഞു വളരെ വേഗതയിൽ എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേരളയിൽ നിങ്ങൾ എതിർത്ത്? വന്ദേ ഭാരത് തന്നെയല്ലേ കേരളയിൽ? ഉത്തരമില്ല. അപ്പം അതുകൊണ്ട് എതിർക്കുന്നവർക്ക് എന്തും എതിർക്കാം, നിഴലിനോട് പോലും യുദ്ധം ചെയ്യാം. ഞങ്ങളങ്ങനെയല്ല, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ്, അതിനെ നയിക്കുന്ന മുന്നണിയും പാർട്ടിയുമാണ്. അതുകൊണ്ട് ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങളെല്ലാം. അല്ല, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ശബരിമല വിഷയത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ മറച്ചുവെക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞത് ഹൈക്കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടും അന്വേഷണം നടത്തണമെന്ന്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. ഹൈക്കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അത് ചെയ്യും. 1998 വിജയമല്യ അവിടെ ഒരു സ്വർണം പൊതിഞ്ഞ സമർപ്പണം അവിടെ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അതിപ്പോൾ എന്തെങ്കിലും രീതിയിൽ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. ഇപ്പോൾ ഒരു അവതാരം കേരളത്തിൽ ജനിച്ചിട്ടുണ്ട്, അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സംരക്ഷകൻ സർക്കാരാണെന്നാണ് പറയുന്നത്. ഒരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല, കാരണം ആ അവതാരം കോൺഗ്രസിൻ്റെതാണ്. അതല്ലേ, അതുകൊണ്ടല്ലേ ഇതുവരെ ആ അവതാരം സ്വയരക്ഷയ്ക്ക് വേണ്ടി നോക്കുന്നത്. കണക്കിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയെന്നാണല്ലോ റിപ്പോർട്ട്. അതുകൊണ്ട് ആ അവതാരം പലരെയും സമീപിച്ചു എന്നുള്ളത് മനസ്സിലായല്ലോ. ആ അവതാരത്തിന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നല്ലോ നഷ്ടപ്പെട്ട പീഠം കണ്ടെത്തിയത്. അതുകൊണ്ട് ആ അവതാരം സർക്കാരിനാൽ സംരക്ഷിക്കുന്നു എങ്കിൽ പീഠ സഹോദരിന്റെ വീട്ടിൽ നിന്ന് ഏജൻസി പോയിട്ട് കണ്ടെത്തൂലല്ലോ. അത് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതല്ലേ. സർക്കാരിന് വേണമെങ്കിൽ പീഠ സഹോദരന്റെ വീട്ടിലുണ്ട് എന്ന് കണ്ടെത്താതിരുന്നാൽ പോരെ. ഇപ്പൊ സർക്കാരല്ല സംരക്ഷകർ, പ്രതിപക്ഷമാണ് ഈ അവതാരത്തിന്റെ സംരക്ഷകർ. ഇത് ഞാൻ പറഞ്ഞു, കുഴൽനാടൻ പോകുന്നിടമെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ടാണ് ജനങ്ങളുടെ വിധി, കോടതിയുടെ വിധി.